എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരു കൊല്ലം പോയപ്പോ എല്ലാ വർഷത്തിന്റെ എൻഡിലും ജയസൂര്യയുടെ ഈ ഒരു ഡയലോഗ് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ആലോചിച്ചിരിക്കും. ജനുവരി തുടക്കം മനസ്സിലാവാറുണ്ട്, എങ്കിലും പിന്നീട് കടന്നു പോകുന്ന മാസങ്ങള് സ്പീഡിൽ അങ്ങോട്ട് പോകും കേട്ടോ. ഒരു ഡിഗ്രി വരെയൊക്കെ പഠിക്കുന്ന സമയത്ത് ദിവസം ഇങ്ങോട്ട് പോവാണ്ടിരുന്ന് പ്രാർത്ഥിക്കും, ഈശ്വര എങ്ങനെയെങ്കിലും ഒന്ന് ശനി ഞായറാവണേന്ന്. ആ എല്ലാ പ്രാർത്ഥനയും കൂടിയിട്ട് ഈശ്വരൻ ഇപ്പം എന്തായാലും സാധിപ്പിച്ച് തരുന്നുണ്ട്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പോകുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ. അത്രയും സ്പീഡിലാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ ഒരു മാറ്റം ഇല്ലാണ്ട് ഇങ്ങനെ ഞാൻ വെറുതെ ചൊറിയും കുത്തി ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ന്യൂ ഇയറിന് ഫുഡ് പുറത്തുനിന്നാണ് കേട്ടോ ആക്കാറുള്ളത്. വീട്ടിൽ അന്നത്തെ ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം 31-ാം തീയതിയിലത്തെ ഫുഡ് മുഴുവൻ പുറത്തുനിന്ന്. അത് ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും പുറത്തുനിന്ന് കഴിക്കും, ചിലപ്പോൾ രാത്രി മാത്രമായിട്ടും പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കുറച്ചധികം ഐറ്റങ്ങൾ വെച്ചിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില സന്തോഷങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഓർത്ത് വെക്കാനുള്ളത്. അല്ലാതെ കുറേ കരഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. ഇതുപോലുള്ള സന്തോഷങ്ങൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റും. കാരണം ഇനി എന്ത് നടക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറ്റുന്ന സമയം നമ്മൾ പരമാവധി ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഫുഡ് കഴിക്കാൻ ഒരു 10 മണിയൊക്കെ ആവും കേട്ടോ. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. എങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ്. സാധാരണ ഇത്രയധികം സമയം ഞങ്ങളിരുന്ന് സംസാരിക്കലൊന്നുമില്ല. ഫുൾ ടൈം ഫോണിൽ തന്നെ ആയിരിക്കും. കുറച്ച് സമയം സംസാരം, കൂടുതൽ സമയം ഫോണിലാണ്. പക്ഷെ ഇന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഒരു ചായയുടെയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം 10 മണിക്കെങ്കിലും റെഡിയാക്കണമല്ലോ. ഞങ്ങൾ കുറച്ചധികം ഐറ്റംസ് കുറച്ചീശെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ഉണ്ടാക്കാനായിട്ട് സെറ്റ് ചെയ്തത് പിസ്സയായിരുന്നു കേട്ടോ. ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ ആരും, ഞാനടക്കം ഒരാളും കഴിച്ചിട്ടില്ല കേട്ടോ പിസ്സ. അപ്പം ഞങ്ങൾ വാങ്ങണമെന്ന് വിചാരിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. കാരണം അതിൻ്റെ പൈസ കാണുമ്പോൾ തന്നെ ഞെട്ടും. പിന്നെ കുറച്ച് റിവ്യൂസിലൊക്കെ നല്ലതും പറയും, കുറച്ച് റിവ്യൂസിലൊക്കെ പൊട്ടയും പറയും. അതുകൊണ്ട് ഉള്ള പൈസ കൊടുത്തിട്ട് ചിക്കൻ പിസ്സ വാങ്ങാന്നുള്ളത് റിസ്ക് ആണ്. അപ്പോൾ റെസിപ്പിയൊക്കെ നോക്കിക്കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിസ്സയ്ക്ക് വേണ്ട ബാറ്റർ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതലാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ്, ട്രിപ്പിൾ റൈസ്, അതുപോലെ ചിക്കൻ നൂഡിൽസ്, പിന്നെ ഒരു ചിക്കൻ കറി അമ്മയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ പിസ്സ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മോമോസും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ അധികം ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും 31-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി ഒക്കെ ആയിട്ട് നമുക്ക് കഴിച്ച് തീർക്കാം. പരമാവധി ക്വാണ്ടിറ്റി കുറവിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മിങ് പാലസിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഈ ട്രിപ്പിൾ റൈസ്. കുറേ നാളായി ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് തപ്പി നടക്കുന്നു, പക്ഷെ കിട്ടലില്ല കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 2 ദിവസം മുമ്പ്. അപ്പോഴാണ് 6 വർഷം മുമ്പ് ഒരു ഇംഗ്ലീഷുകാരി പെണ്ണ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കണ്ടത് ട്രിപ്പിൾ റൈസിൻ്റെ. അപ്പോൾ ഞാൻ അതെടുത്ത് നോക്കിയപ്പോൾ സംഭവമൊക്കെ ഓക്കെയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം തന്നെ കുറച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻഡിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആവട്ടെ, നന്നായി ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.